നമ്മളെല്ലാവരും ബിസിനസ് ആക്ച്വലി തുടങ്ങിയിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പ്രയോറിറ്റി വെച്ചിട്ടാണോ അല്ലേ? നമ്മൾ ഊണിലും ഉറക്കത്തിലും പണിയെടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതല്ലേ? എത്ര കോവിഡ് വന്നാലും പ്രളയം വന്നാലും എംപ്ലോയീസ് പോയാലും നമ്മൾ ലൈവാണ്, ആക്റ്റീവ് ആണ്, ആണോ അല്ലേ? കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ രാത്രി 10 മണി വരെ നമ്മൾ കട തുറന്നിരിക്കും, അത് 12 മണി വരെ പോകും. എംപ്ലോയീസ് നിൽക്കില്ലേ, അവർ 5 മണിയാകുമ്പോൾ പോകും അല്ലേ? വൈ? നമ്മുടെ റിലേറ്റീവ്സിന്റെ കല്യാണം ഉണ്ടെങ്കിലും ഷോപ്പ് തുറക്കണമെങ്കിൽ ഷോപ്പ് തുറന്നിട്ടേ നമ്മൾ അവിടെ പോകുള്ളൂ. കസ്റ്റമറെ കാണാൻ നമ്മൾ കേരളം മൊത്തം ഇറങ്ങും, ദുബായിലും പോകും, പോവില്ലേ? പക്ഷെ എംപ്ലോയി മൈൻഡ് സെറ്റിലിരിക്കുന്ന ആൾക്കാരോ, അവർ രാവിലെ ഇറങ്ങിയ ഓഫീസ്, തിരിച്ച് വീട്, പിന്നെ വീക്കെൻഡിൽ പാർട്ടി, കറങ്ങാൻ പോവാ, സിനിമയ്ക്ക് പോവാ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ടൈം ഇല്ല. വി ഡോണ്ട് ഹാവ് എ ക്ലോക്ക്, വി ഡോണ്ട് ഹാവ് കലണ്ടർ. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ അല്ലെ? നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ബ്രെയിനിൽ ആക്റ്റീവ് അല്ലേ? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ അവർ ബ്രെയിൻ ഈസ് ഫോക്കസിങ് ഇൻ ടു സംതിങ്. ഇനി ഞാൻ വേറൊരു ആംഗിൾ പറയാം. ഏർലി റിട്ടയർമെന്റ്, ബംഗ്ലാവ്, ബെൻസ്, എന്ത് അസുഖം വന്നാലും ഏറ്റവും വില കൂടിയ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രീമിയം ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക, കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ വിടുക അല്ലേ? ഇതൊക്കെ നമ്മുടെ ഡ്രീം അല്ലേ? അതിനു വേണ്ടിയിട്ട് എല്ലാ റിസ്ക്കും എടുത്ത് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മള്, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ പോലെയാണോ? മറ്റുള്ളവർ ജോലി എടുത്ത് ശമ്പളം നേടുമ്പോൾ നമ്മൾ ജോലി കൊടുക്കുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നതിനെ അതിനേക്കാളും എത്രയോ ഇരട്ടി നമ്മൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എത്രയോ വീടുകളിൽ നമുക്ക് സർവീസ്, ഗവൺമെന്റ് നമുക്ക് സാലറി തന്നു, നമ്മളോ എത്രയോ പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. എത്രയോ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സാലറി കൊണ്ടാണ്. അപ്പോ നമ്മൾ സെലക്ടഡ് പീപ്പിൾ ആണ്. നമുക്കൊരു പർപ്പസ് ഉണ്ട്, ഉണ്ടോ അല്ലേ? അതൊരു ചെറിയ പർപ്പസ് ആണോ? അത് വെറും മണിയാണോ? ഇറ്റ്സ് പ്രൈസ്ലെസ്. ദൈവതുല്യമാണ് ചിലപ്പോ ചിലർക്ക്. നമ്മൾ എല്ലാവർക്കും ആവണമെന്നില്ല, പക്ഷെ ചിലർക്ക് നമ്മൾ അങ്ങനെയാണ്.